ഇന്നത്തെ റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അല്പം ഒരു 2000 വോട്ട് 1000 വോട്ട് വല്ല കൂടുമെന്ന് വിചാരിച്ചു. പക്ഷെ പുതുപ്പള്ളിക്കാരനെ ഞെട്ടിച്ചു എന്ന് പറയാം. ഇതിനൊക്കെ കാരണം ഒറ്റ ഒരാളേ ഉള്ളൂ. ആ പേരാണ് ഉമ്മൻചാണ്ടി. ചിലർക്ക് ആ പേര് കേൾക്കുമ്പോ അസ്വസ്ഥതയാ. ആ അസ്വസ്ഥത ഞാനിവിടെ MLA ആയിരിക്കുമ്പോ കേട്ടേ പറ്റത്തുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ പേര് ഇവിടെ കേട്ടിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സ്ക്വയർ കൊണ്ടുവരുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. ആ പഞ്ചായത്ത് തീരുമാനിച്ചത് CPM-ഉം BJP-യും എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ടാ. പക്ഷേ പെട്ടെന്ന് ചിലർക്ക് ബോധോദയം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആദരണീയ CP രാധാകൃഷ്ണൻ അവർ അതേ സമ്മതിച്ചു. അദ്ദേഹത്തെ തടഞ്ഞ പാർട്ടിയുടെ പേരാണ് ഇടതുപക്ഷം. മുഖ്യമന്ത്രി അനുമതി കൊടുത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ഇനി ഒരു കാര്യം ഉറപ്പായി, ഉമ്മൻചാണ്ടി സ്ക്വയർ പുതുപ്പള്ളിയിൽ അതിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ ഞാൻ കൊണ്ടുവരും. ഈ തടയാൻ പറ്റുന്നവരൊന്നും തടഞ്ഞു കാണിച്ചേ. ഏതായാലും നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. വാഗത്താനം എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി. ഞാനിന്നലെ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചു, എത്ര വോട്ട് കാണും? എന്റെ അടുത്ത് പറഞ്ഞു 4000 വോട്ടെന്ന് പറഞ്ഞു. ഇന്ന് വന്നപ്പോ 7000 ആയിരിക്കും. ഞാൻ പറഞ്ഞ എല്ലാം പാലിച്ചിരിക്കും. ഇവിടെ വാഗത്താനത്ത് നമ്മുടെ നീന്തൽക്കുളം വരും, കളിക്കുളം വരും. നിങ്ങളുടെ റോഡുകൾ നന്നാക്കാൻ അടുത്ത 2 വർഷത്തിനുള്ളിൽ മൊത്തം റോഡുകളും ഇടതുപക്ഷം തകർത്ത എല്ലാ റോഡുകളും നന്നാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വാഗത്താനത്തെ ജനതയോട്